ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC പാഠശാല. മൈ നെയിം ഇസ് രഞ്ജിത്ത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ ഡിസ്കസ് ചെയ്തത് PSC 10ാം ക്ലാസ് യോഗ്യതയായി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന പ്രിലിമിനറി എക്സാമിനേഷൻ, ആ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു സിലബസ് ഓവർവ്യൂ എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള വസ്തുതകളാണ്. ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആൻഡ് സ്റ്റഡി പ്ലാൻ ആണ്. അതായത് ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഡിസൈൻ ചെയ്യേണ്ടത്, അതിനുവേണ്ടി സ്വീകരിക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്താണ്, അതുപോലെ തന്നെ സ്റ്റഡി പ്ലാൻ എന്താണ് എന്നതിനെക്കുറിച്ചാണ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യമായിട്ട് ഈ സിലബസിൻ്റെയും അതുപോലെയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് വളരെ ജനറൽ ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാം. നോക്കാം. വളരെ സ്പെസിഫിക് ആയിട്ട് LDCയുമായി ബന്ധപ്പെട്ട സ്റ്റഡി പ്ലാൻ സീരീസാണ് നമ്മൾ ഇതുവരെ കണ്ടക്ട് ചെയ്തത്. ഞാൻ സൂചിപ്പിച്ചിരുന്നു, 2ാം സ്റ്റേജിൽ സമാന സിലബസിലുള്ള, അതായത് നിങ്ങൾ എങ്ങനെയാണോ പ്രിപ്പറേഷൻസ് ചെയ്തു വന്നത് അതേ സിലബസിലുള്ള ഒരു പരീക്ഷ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കുറച്ചുകൂടി നിലവാരത്തിലുള്ള പരീക്ഷ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ആ ഒരു മുഖ്യ പരീക്ഷയിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ പാസ്സാവേണ്ടതുണ്ട്. എന്നാൽ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ തന്നെ പ്രിലിമിനറി എക്സാമിനേഷനിൽ നിങ്ങൾ നേടുന്ന മാർക്ക് നിങ്ങളുടെ റാങ്കിനെയോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി നേടുമോ ഇല്ലയോ എന്നതിനെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമല്ല. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ കട്ട് ഓഫ് ഉണ്ട് എങ്കിൽ അത് മാത്രമാണ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം എടുക്കാവുന്നതാണ്. അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഈ പഠനം ഉഴപ്പാം എന്നുള്ളതല്ല, അങ്ങനെ ഒരു മീനിങ് അതിനില്ല. അതായത് വളരെ സ്മാർട്ടായിട്ട് ആ ഒരു സ്വാതന്ത്ര്യം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനെ ഡിസൈൻ ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ സ്മാർട്ടായിട്ട്, കുറച്ചുകൂടി സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻസ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു മാർക്ക് ഷെയറിന്റെ ഏകദേശ രൂപമാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. ഇത് ഇതേപോലെ തന്നെ വരണം, അതായത് എക്സാക്ട്ലി ഇതുപോലെ തന്നെ വരണം എന്ന നിർബന്ധമില്ല. എങ്കിൽ തന്നെയും ഏകദേശം ഇതേ രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാവുക. അതായത് ഒരു 20% ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്സിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം, അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന റീജിയനിൽ നിന്നും. അതുപോലെ ഒരു 20% ജനറൽ സയൻസിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഒരു 10% ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സിൽ നിന്നും പ്രതീക്ഷിക്കാം. ദെൻ റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഒരു 50% എന്ന് പറയുന്നത് GK വിഭാഗത്തിൽ നിന്നും ആയിരിക്കും. ഇതാണ് ഇതിന്റെ ഒരു ജനറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഓരോ വിഭാഗത്തിലും സ്വീകരിക്കേണ്ട സ്ട്രാറ്റജിയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി എന്നുള്ള വിഭാഗമാണ്. ഓക്കെ, അതായത് ഏറ്റവും സ്റ്റാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണിത്. ഒരു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽട്ടി എന്ന ലെവലിൽ നിന്നും ഉയർന്ന ചോദ്യങ്ങൾ ഈ ഒരു വിഭാഗത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വിഭാഗത്തിൽ വരാൻ സാധ്യതയുള്ളത്. അതായത് മുൻകാലത്തിലുള്ള LDC എക്സാമിനേഷനിലെ മാത്തമാറ്റിക്സ് കമ്പയർ ചെയ്യുമ്പോൾ പോലും അതിൽ നിന്നും എളുപ്പത്തിലുള്ള ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്. ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻസ് ചെയ്യുക. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എളുപ്പമാകാനുള്ള സാധ്യതയാണ് ഈ ഒരു വിഭാഗത്തിലുള്ളത്. ഇവിടെ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടുന്നതിനുള്ള അത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുകയില്ല. ഓക്കെ, ഈ ഒരു എക്സാമിനേഷൻ പാസ്സാകുന്നതിനുള്ള റേസിൽ ഏർപ്പെടണമെങ്കിൽ നിർബന്ധമായിട്ടും ഇവിടെ 100% സ്കോർ ചെയ്തിരിക്കണം. ഏതൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളവും സാധ്യമായിട്ടുള്ള ഒരു കാര്യവുമാണിത്. ഓക്കെ, അത് നേടുന്നതിനുള്ള വഴി എന്ന് പറയുന്നത് കോൺസെപ്റ്റ് വളരെ വ്യക്തമായി പഠിക്കുക. വളരെ ചുരുക്കം യൂണിറ്റുകൾ മാത്രമേ ഉള്ളൂ. ആ കോൺസെപ്റ്റ് പഠിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. സമാന ലെവലിലുള്ള ഡിഫിക്കൽട്ടി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ 100% എന്നത് ഉറപ്പിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് ജനറൽ സയൻസ് ആണ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷൻ, ഈ ഒരു പ്രിലിമിനറി സ്റ്റേജ് എക്സാമിനേഷനിൽ, അതായത് ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്നതിന് കാരണമാകാൻ സാധ്യതയുള്ള ഒരു വിഭാഗമാണ് ജനറൽ സയൻസ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ച് പറയാം. കമ്പാരിറ്റീവ്ലി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒരു വിഭാഗത്തിൽ നിന്നും വരുമ്പോൾ LDCയുടെ ഒരു സ്ട്രക്ചറിൽ ആദ്യം വന്നിരുന്ന സയൻസ് ക്വസ്റ്റ്യൻസിനെ അപേക്ഷിച്ച് കൂടുതൽ എണ്ണം ചോദ്യം വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിൽ. അതുകൊണ്ട് തന്നെ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണ്? അതായത് ഇവിടെ നൽകിയിരിക്കുന്ന ജനറൽ സയൻസ് ടോപ്പിക്കുകളിൽ എല്ലാ വിഭാഗത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാതിനിധ്യം കിട്ടും എന്നുള്ളതാണ്. നോക്കൂ, ഇപ്പോൾ 7 ചോദ്യങ്ങളോ അല്ലെങ്കിൽ 6 ചോദ്യങ്ങളോ ആണ് ജനറൽ സയൻസിൽ നിന്നും ചോദിക്കുന്നത് എന്ന് കരുതുക. അങ്ങനെയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ ടോപ്പിക്കുകളിൽ നിന്നും ഒരു ഗുഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് സാധ്യമായിട്ടുള്ള ഒരു കാര്യം അതേ നമ്പർ ഓഫ് ടോപ്പിക്സ് പഠിച്ചുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ലഭ്യമാവും എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വിഭാഗമായിട്ട് ജനറൽ സയൻസ് നിങ്ങൾക്ക് മാറ്റാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിക്കുക. അതായത് സിലബസിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ഉള്ള ആ ടോപ്പിക്കുകൾ ടാർഗറ്റ് ചെയ്ത് പഠിക്കുക. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട SCERT ടെക്സ്റ്റ് ബുക്കുകൾ കൂടി റെഫർ ചെയ്യണം. SCERT ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുമ്പോൾ സയൻസിൻ്റെ മുഴുവൻ SCERT ടെക്സ്റ്റ് ബുക്കുകളും വായിക്കുക അല്ലെങ്കിൽ എല്ലാ പാഠഭാഗങ്ങളും വായിക്കുക എന്നുള്ളതൊന്നുമല്ല. ഈ ടോപ്പിക്കുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന അത്തരത്തിൽ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ റെഫർ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണം. വളരെ ഡയറക്റ്റ് ആയിട്ട് SCERTയിൽ നിന്നും ചോദ്യം വരുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അങ്ങനെ ജനറൽ സയൻസിന്റെ പഠനത്തെ ഡിസൈൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ കറണ്ട് അഫയേഴ്സ് ആണ്. ഇവിടെയും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, നമ്മൾക്ക് സിലബസിൽ നമ്മൾ ഓൾറെഡി അത് മെൻഷൻ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞതാണ്,
അവിടെ വളരെ വ്യക്തമായിട്ട് ടോപ്പിക്കായി തിരിച്ച രീതിയിലാണ് കറണ്ട് അഫയേഴ്സിനെ കുറിച്ചൊരു മെൻഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ ചെയ്യേണ്ടത്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലും ഒരു പ്രിലിമിനറി സ്റ്റേജ് എന്നുള്ളത് ആ ഒരു കടമ്പ കടക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ വളരെ ക്ലിയർ അല്ലാതെ വാരി വലിച്ച് പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നുള്ളതാണ് ചുരുക്കം. മുഴുവൻ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും, ഒരു വർഷത്തെ മുഴുവൻ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും കാണാപ്പാഠം പഠിക്കുക അങ്ങനെയുള്ള രീതിയിലേക്ക് നിങ്ങൾ കടക്കരുത്. അതിന് പകരമായിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് കറണ്ട് അഫയേഴ്സിനെ അപ്രോച്ച് ചെയ്യുക. അതായത് ശാസ്ത്ര സാങ്കേതിക മേഖല, അതുപോലെ തന്നെ കലാ സാംസ്കാരികം, രാഷ്ട്രീയ സാമ്പത്തിക മേഖല, വിവിധ പുരസ്കാരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളായി തരംതിരിച്ചുകൊണ്ട് പഠനം ക്രമീകരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ആ രീതിയിലുള്ള പഠനമാണ് നിങ്ങൾക്ക് ഈ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ, അതായത് എത്രമാത്രം എഫേർട്ട് നിങ്ങൾ കൊടുക്കുന്നു, അതിന് എത്രമാത്രം മാർക്സ് നേടുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് എന്ന കാര്യം എപ്പോഴും മനസ്സിൽ വേണം. അതിന് സഹായകരമാവുക ടോപ്പിക് വൈസ് ആയിട്ടുള്ള അപ്രോച്ചാണ്. സോ അങ്ങനെയുള്ള ഒരു അപ്രോച്ച് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നൽകാവുന്നതാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഫൈനലി GK, അതായത് അല്പം ഡൈനമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പഠനക്രമം കുറച്ച് ശ്രദ്ധയോടുകൂടി നടത്തേണ്ട ഒരു വിഭാഗമാണ്. അതായത് അതിൻ്റെ പഠനത്തിൻ്റെ ഒരു രീതി ശ്രദ്ധയോടുകൂടി സമീപിക്കേണ്ട ഒരു വിഭാഗമാണ് GK എന്ന വിഭാഗം. ഓക്കെ, ഇവിടെയാണ് ഞാൻ മുൻപ് പറഞ്ഞ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നത്. അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് ഷെയർ ഉള്ള അങ്ങനെയുള്ള ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ആ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട SCERT അവ വളരെ വ്യക്തമായിട്ട് തന്നെ റെഫർ ചെയ്യണം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വളരെ ഡയറക്റ്റായി SCERTയിൽ നിന്നും ആ വിഭാഗങ്ങളിൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. മുൻകാല ചോദ്യങ്ങൾ അതേ രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയുള്ള ഒരു പാറ്റേൺ ഇപ്പോൾ സാധാരണഗതിയിൽ PSC സ്വീകരിക്കാറില്ല. അതായത് ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അത്തരത്തിൽ പുതിയ ചോദ്യങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതേ രീതിയിൽ തന്നെ പ്രതീക്ഷിച്ചാൽ മതിയാവും. സോ അങ്ങനെ പഠനം ക്രമീകരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം. യഥാർത്ഥത്തിൽ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കാരണം ഈ GK വിഭാഗത്തിൽ വളരെ പ്രധാനമായിട്ടും വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്. അതിനുശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രമാണ്. ആൻഷ്യൻ ഹിസ്റ്ററിയോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പഠിക്കേണ്ടതില്ല. വളരെ സെലക്റ്റീവായിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു വിഭാഗമാണത്. അതിനുശേഷം വരുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ചില റൈറ്റ്സിനെ കുറിച്ചും, അതായത് പൗരാവകാശങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മൗലികാവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും ഒക്കെ പഠിക്കുക. ദേശീയതയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചില സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കുക. ഓക്കെ, മനുഷ്യാവകാശ കമ്മീഷൻ, അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷൻ, ഇത്തരത്തിലുള്ള വസ്തുതകളെക്കുറിച്ച് പഠിക്കുക. ബേസിക്കലി നമ്മുടെ ദേശീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ചില സ്ഥാപനങ്ങൾ, അതാണ് ആ ഒരു സിലബസിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത വിഭാഗം കേരളമാണ്. കേരളത്തിൻ്റെ ചില ഔദ്യോഗിക വിവരങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും മേജറായിട്ട് കേരള ജോഗ്രഫിയെക്കുറിച്ച് പഠിക്കുക. അതുപോലെ തന്നെ കേരളത്തിൻ്റെ മത്സ്യബന്ധനം, കായികം, ഇത്തരത്തിലുള്ള ചില മേഖലകൾ കൂടി ഈ ഒരു വിഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഫൈനലി കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്? ഇവിടെയും ശ്രദ്ധയോടുകൂടി സമീപിക്കേണ്ടതുണ്ട്. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില മുന്നേറ്റങ്ങൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടും ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ചില സമരങ്ങളും അതുപോലെയുള്ള മുന്നേറ്റങ്ങളും അവയുമായി ബന്ധപ്പെട്ട വ്യക്തികളും, അതാണ് യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത്. ഓക്കെ, അതോടൊപ്പം തന്നെ കേരള നവോത്ഥാനം എന്ന വിഭാഗം കാര്യമായി എടുത്ത് പഠിക്കേണ്ട ഒന്നാണ്. ബിക്കോസ് അത് വളരെ സ്പെസിഫിക് ആയിട്ട് സിലബസിൽ മെൻഷൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. സോ ഈ വിഭാഗങ്ങളിൽ പെടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു ഭാഗം എടുത്തതിന് ശേഷം അവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും ആദ്യം തന്നെ പഠിച്ചതിന് ശേഷം അടുത്ത വിഭാഗത്തിലേക്ക് കടക്കാം. അങ്ങനെ ഒരു മാർഗം നിങ്ങൾ സ്വീകരിക്കരുത്. ചെറിയ സമയം കൊണ്ട് അത് നിങ്ങൾക്ക് ഒരിക്കലും ബെനിഫിറ്റ് തരികയില്ല. അത്തരത്തിലുള്ള പഠനം പ്രിലിമിനറി ക്ലിയർ ചെയ്യുന്നതിനുള്ള സാധ്യത കുറയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുക. ഓക്കെ, സോ ഇത്തരത്തിലുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴിയാണ് പ്രൊവൈഡ് ചെയ്യുക. സോ നിങ്ങൾ PSC പാഠശാല ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ടെലിഗ്രാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അവിടെ ഒരു സെർച്ച് ഓപ്ഷൻ കാണാം. അവിടെ PSC പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു ചാനൽ ലഭ്യമാവും. നിർബന്ധമായിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യൂ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചില ടെക്സ്റ്റ് ബുക്കുകളെ കുറിച്ച് നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവയും നമ്മൾ ടെലിഗ്രാം ചാനൽ വഴി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് ഡു ജോയിൻ ദ ചാനൽ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യൂ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് as well. So thank you so much friends for watching this video and hope to see you in the next one.